തറവാടി നായർ പരാമർശത്തോടുകൂടി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ ഒരു വിഭാഗം മാത്രം വോട്ട് ചെയ്താൽ തരൂർ ജയിക്കുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം. എന്തായാലും കുറച്ച് ദിവസങ്ങളായി ഈ പരാമർശം അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ പോലും ഇന്ന് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശന്റേതായ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. എന്തായാലും അത് തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. അത് തരൂരിന് എതിരാണ് എന്നതുകൂടി നമ്മൾ കാണണം. ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ശരി, ശരണ്യ സ്നേഹിതനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഈ പരാമർശം വന്നിട്ടിപ്പോൾ 1.5 ആഴ്ചയെങ്കിലുമായി. വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി വരുന്നത് ഇപ്പോഴാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? തരൂരിനെ തള്ളുന്നുണ്ടോ വെള്ളാപ്പള്ളി? ഇന്നലെ ചേർത്തലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ തറവാടി നായർ പരാമർശത്തിനെ വിമർശിച്ചത്. ഈ തറവാടി നായർ പരാമർശത്തോടെ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ പറഞ്ഞ വിഭാഗം മാത്രം വോട്ട് ചെയ്താൽ തരൂർ ജയിക്കുമോ എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് 15% മാത്രമുള്ള ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണ് എന്ന് വരുത്തി തീർക്കുന്നത് പുറത്തു നിൽക്കുന്ന മറ്റ് ആളുകളുടെ വോട്ട് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുന്നതിനോ തടസ്സമാകും. അത്തരം ഈ ഒരു പരാമർശം കൊണ്ട് അത് ആ ഒരു ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ഡൽഹി നായരായിരുന്ന ആൾ പെട്ടെന്ന് കേരള നായരും വിശ്വ പൗരനുമായി. ഒരു കോൺഗ്രസ് നേതാവും ഇത്തരം പരാമർശങ്ങളിലൊന്നും പ്രതികരിച്ചു കണ്ടിട്ടില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. രേണുക, ശരണ്യ, ഈ വാക്കുകൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പരാമർശത്തോടുള്ള എതിർപ്പ് മാത്രമാണോ വെള്ളാപ്പള്ളി പ്രകടിപ്പിക്കുന്നത്, അതോ തരൂരിനെതിരായ ഒരു സ്റ്റാൻഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തരൂർ സത്യം പറഞ്ഞാൽ അത്തരം ഒരു പരാമർശം അവിടെ ഉണ്ടായതോടുകൂടി തരൂർ വെട്ടിലാവുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പരാമർശം വരുന്നതോടുകൂടി തരൂറിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അത്. കാരണം മറ്റു ഇതര വിഭാഗങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ 15% മാത്രം വോട്ട് ബാങ്കായ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായി തരൂരിനെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായത് തരൂറിന് ക്ഷീണമുണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. ശരി, തുടരുക ശരണ്യ. എന്തായാലും തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഓർത്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ആശങ്ക. അത് രാഷ്ട്രീയ കേരളം ആ പരാമർശം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം അങ്ങനെ ഒരു പരാമർശം, അങ്ങനെ ഒരു ബ്രാൻഡിൽ തരൂരിനെ അവതരിപ്പിക്കുന്നത് തരൂരിന് ഗുണം ചെയ്യില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ വിഷയവുമാണ്. ആ ഒരു യാഥാർത്ഥ്യം പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ ശരണ്യയിലേക്ക് തിരിച്ചെത്താം. നായർ സമുദായത്തിനിടയ്ക്ക് എന്തെല്ലാം തർക്കവും വഴക്കവും ഉണ്ടെങ്കിലും അവർ NSSന്റെ നേതാവിനെ തള്ളിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തരൂർ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ നല്ല ഒന്നാന്തരം നായരായിട്ട് പറഞ്ഞിട്ട് ഒരു പച്ചയായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനും പറയാൻ നാണം തോന്നുന്ന ഭാഷയിൽ ആദ്യം പറഞ്ഞത് ഇത് ഡൽഹി നായരാണ്. ആ നായരിപ്പോ ആസ്ഥാനത്തെത്തിയപ്പോൾ ചങ്ങനാശ്ശേരി ചെന്നെത്തിയപ്പോൾ തറവാടി നായരായി. അതും കൂടെ അല്പം കഴിഞ്ഞപ്പോൾ വിശ്വപൗരനായി. ഈ തറവാടി നായരായി എന്നിട്ട് നമുക്ക് സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയാമെങ്കിലും പബ്ലിക്കായിട്ട് ആ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീർന്നില്ലേ? ഈ കാര്യത്തിൽ 15% നായർ വോട്ട് ചെയ്ത് ഈ തരൂരിക്കുക. ഇവിടെ ബാക്കി എത്ര വിഭാഗങ്ങൾ പുറത്ത് കിടക്കുന്നു. അപ്പോ ഈ വില കുറഞ്ഞ ആ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു MLAയോ എത്രയോ MLAമാരുണ്ട് കോൺഗ്രസ് തന്നെ. അതുപോലെ NS എത്രയോ ഡയറക്ടർ ബോർഡന്മാരെ അതിന്റെ യൂണിയൻ തല നേതാക്കൾ ഒരെണ്ണം ഒരക്ഷരം പറഞ്ഞു. അത് ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എത്ര പ്രസ്താവന നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ കൊത്താനും മാന്താനും നുള്ളാനും ചവിട്ടാനും തൊഴിക്കാനും ഉണ്ടാകുമായിരുന്നു. ആ പ്രസ്താവന ഇറക്കാൻ 4 കാലത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പത്രങ്ങളെല്ലാം ഇങ്ങനെ കാത്തുമിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായത്തിലോ എന്തെല്ലാം തർക്കമാണ് അവർ തമ്മിലുള്ളത്. ആ തർക്കങ്ങൾ എവിടം വരെ എത്തി? ആരാധനാക്രമങ്ങളിൽ വരെ തർക്കങ്ങൾ നിൽക്കുന്നു. എന്നാൽ തന്നെയും അവര് യേശുനാമത്തിൽ അവരെല്ലാം ഒന്നാണ്. അതുകൊണ്ട് ഒന്നായവരൊക്കെ നന്നായി. നമ്മൾ ഭിന്നിച്ചു നമ്മളിവിടെ എത്തി. കേരള രാഷ്ട്രീയത്തിലായെങ്കിൽ നമുക്ക് എന്നാ കിട്ടുന്നത്? നമുക്ക് തൊഴിലുറപ്പ്, കിറ്റ്, പിന്നെന്താ കിട്ടുന്നത്? പെൻഷൻ. ഇതൊക്കെ നമുക്ക് കൃത്യമായി അത് കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് വന്നാലും പിന്നെ അതെങ്കിലും കിട്ടുന്നുള്ളൂ കൃത്യമായിട്ട്.
വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഡൽഹി നായർ തറവാടി നായരായി രൂപാന്തരപ്പെട്ടതിന്റെ ആ നിലപാട് മാറ്റമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അത് തരൂരിന് ഗുണം ചെയ്യില്ല എന്ന് പറയുന്നു. ഒപ്പം കോൺഗ്രസിന്റെ മൗനം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരണ്യ, കോൺഗ്രസിൽ തന്നെ ഇതിൽ ഇങ്ങനെ ഒരു നേതൃയോഗങ്ങളിൽ ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു. കാരണം ഇത്രയും രൂക്ഷമായ പരാമർശങ്ങൾ നേതാക്കൾക്കെതിരെ പോലും ഉയർത്തിയിട്ടും ഒരാൾ പോലും ഒരു വാക്ക് സംസാരിച്ചില്ല എന്നത് നേതാക്കൾ ഉൾപ്പെടെ നേതൃയോഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. അവിടെ ആ കാര്യം വെള്ളാപ്പള്ളിയും കൂടി പരാമർശിക്കുകയാണ്. കോൺഗ്രസിൽ ആരും ഇങ്ങനെ പറഞ്ഞില്ല, ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഭൂകമ്പം ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? ജി സുകുമാരൻ നായരോട് ഒരു മൃദു സമീപനം നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിച്ചു എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അത്തരം സമീപനങ്ങളെ, പ്രത്യേകിച്ച് നായർ സമീപനങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ ആ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതേ തട്ടിൽ തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തെയും നോക്കി കാണുന്നത്. ഇങ്ങനൊരു പരാമർശം ഉണ്ടായാൽ മറ്റു രീതിയിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം തനിക്കെതിരെ ഉയർത്തുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ അതേസമയം തന്നെ NSSനോടും ഒപ്പം തന്നെ സുകുമാരൻ നായരോടും സ്വീകരിക്കുന്ന ആ മൃദു സമീപനം, അതാണ് ഈ തരൂർ വിഷയത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് തരൂരിനെ ഒരു വിധത്തിലും ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവനയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. രേണുക, ശരി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്കും CPM-ൽ അതുണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളിലേക്കും പോകും.